തിരുവോണത്തിന് അമ്പലത്തിൽ നിന്നുള്ള ഗുണേനെന്നറിയാം. $2 കിട്ടിയ ഹനുമാന്റെ നട നേർച്ചിടാൻ പ്രത്യേക അപ്പം ഞാനിന്ന് വ്ലോഗ് എടുക്കാൻ വേണ്ടി മുടിയൊക്കെ കളർ ചെയ്ത് വന്നേക്കാണ് നമുക്ക്. പക്ഷെ അതൊഴിച്ച് ബാക്കി എല്ലാം അറിയുന്നുണ്ട്. അറിയുന്നുണ്ടോ എന്തെങ്കിലും മുടി കളർ ചെയ്ത്? ഇന്നലെ വ്ലോഗ് എടുക്കാൻ വേണ്ടി ഇന്ന് വ്ലോഗ് എടുക്കണം എന്ന് പറയും. ഇന്നലെ രാത്രി ഇപ്പോൾ കളറൊക്കെ മേടിച്ച് ഇന്നലെ നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ വരാഞ്ഞതാ. രാത്രി കളറി മുങ്ങി ഇരിക്കുമായിരുന്നു. പക്ഷെ രാവിലെ ഒന്നും അറിയുന്നില്ലല്ലേ ഏസപ്പം നമ്മൾ നമ്മുടെ നൂണിപ്പനെ നോക്കി നിൽക്കുവാണ്. പട്ടി പോസ്റ്റാണ്. നട അടക്കി പറഞ്ഞു. നടയടച്ച് അവിടെ ചെല്ലുമ്പോൾ ആരും കാണത്തില്ല. അപ്പം അവസാനം തുരപ്പനെത്തിയിരിക്കുകയാണ്. എത്ര നേരം അറിയാം ഞങ്ങളിവിടെ നിന്നെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതായിരുന്നു റെയിൽവേ ലെറ്റ്സ് ഗോ ഗൈസ്. അതുപോലെ നമ്മള് പോക്കോ. ഹാപ്പി ആണോ? ഇനിയിപ്പം ഷർട്ടിടാം. ശ്രീകോവിലിന്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് ഷർട്ട് ഊരണം. എന്നിട്ട് അത് ഇടാം. A few moments later. വീഡിയോ എടുത്തേ. ഞാൻ ഒരു സാധനം പറയാം. ഷർട്ട് ഇടുമ്പത്തിന് ഒരു സാധനം പറയാം. ശ്രീകോവിലിന്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് ക്യാമറ ഓഫായില്ലായിരുന്നു. ഇനിയിപ്പം തിരുവോണത്തിന് അമ്പലത്തിൽ നിന്നുള്ള ഗുണേനെന്നറിയാം. ചെറുപ്പക്കാരി പിള്ളേർ തെറ്റില്ല. അതിന് വന്നേക്കാം. തൊഴാൻ വരുന്നേനാ കളക്ഷൻ എടുക്കാൻ വേണ്ടി വന്നേക്കുന്നേ. ശ്രീകോവിലിന്റെ അവിടെ നിന്നിട്ട് ഫോട്ടോഷൂട്ടാ. എല്ലാം തനിക്ക് ഇത്ര പ്രായമായില്ലോ. 30 വയസ്സായി. ഞാൻ എപ്പോഴും കോമഡി പറഞ്ഞു. റീലെടുക്കണ്ടാ മേടിക്കുന്നില്ല ഇപ്പൊ. അതിനിപ്പോ എന്നാ ഈ അമ്പലത്തിന്റെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കിയാൽ മതി. മൊത്തം ഫോട്ടോഷൂട്ട് ആയിരിക്കും. ഇവിടെ ഒരു കല്യാണത്തിന് നീ റീൽ എടുക്കുന്നില്ലേ? എടുക്കുന്നില്ല. ഉണ്ണി നമ്മള് ഇൻട്രോവേർട്ട് അല്ല, നമ്മൾ എക്സ്ട്രോവേർട്ടാ. അതാണ് എടുക്കണം. അതിന് ക്രൗഡിന്റെ ശല്യം തൊടുന്നില്ല. പാമ്പുകളല്ല ഇതിനകത്തുണ്ടെന്നാ പറയുന്നത്. ആര് പറയുന്നത്? സത്യം ഭാഷ പറഞ്ഞില്ല. ഇതൊരു വലിയൊരു കുളമാണ്. പോണ്ട്. ഈ കുളത്തിൽ ചരിത്രം ഉണ്ടോ? അതുണ്ടോ? ആ ചരിത്രം എന്ന് പറഞ്ഞാൽ മരമാണ്. അല്ല 1998 വേണ്ട ആ ഹോളുണ്ടോ? ആ ഹോളിനകത്ത് ആൾക്കാർക്ക് വന്നു പോകാൻ പറ്റിയ അല്ല പണ്ട് ബ്രിട്ടീഷ് കാലഘട്ടങ്ങൾക്ക് ഇതുപോലെ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൂടെ ഒളിച്ചിരിക്കുക. ഇതിന് പൂച്ചിട്ടണതാണ്. പൂച്ചിട്ടണത് മറ്റേ വിയറ്റ്നാം വാറുകൾ നടന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ ഒളിച്ചിരുന്ന പോലത്തെ വാറ്. തരണ്ടിക്കുന്നതാണ്ട് ഫോട്ടോ ഷൂട്ടിംഗ് ആണ്. ഇത് കണ്ടോ? കാല് വെട്ടിക്കളയണമെന്ന്, കാലൊക്കെ വെട്ടിക്കളയണമെന്നാണ് ഇവിടെ പറയുന്നത്. കാല് കാണുന്നത് ആണ്. സ്പിൻ ലെവലൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം വെച്ചിട്ടുണ്ട്. കറക്റ്റ് ലെവല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അന്തോട്ടോ സ്റ്റൈലും കണ്ടോ? അവന്റെ നുണക്കുഴിയിലാണ് ചായിരിക്കുന്നത്. വിഷ്ണുവിന്റെ ഫോട്ടോഷൂട്ടാണ് ഗൈസ്. നോട്ടം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇവന് സൂചിച്ചില്ല. ഇത് കൊള്ളാടാ. മറ്റേ ഉത്സവത്തിനകത്ത് മോഹൻലാലിരിക്കുന്നുണ്ട്. അത് കാണിച്ചപ്പോ തന്നെ പുള്ളിയുടെ മോഹൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഇപ്പൊ പറഞ്ഞെടുത്ത് മറ്റേ ചെണ്ട കൊട്ടുന്ന ബീജം വേണ്ട. എല്ലാരും വെള്ളമുണ്ട്. അതാണ്ട വെറൈറ്റി മാത്രം അടിക്കുന്നതാണ് നൂണിപ്പേൻ. അവന്റെ മനസ്സിലൊരു ഐഡിയക്ക് അനുസരിച്ച് എടുത്തു കൊടുക്കും. വീഡിയോ എടുത്തോളൂ. ഇത് ഞാൻ തന്നെ എഡിറ്റ്. അതാണ് പ്രശ്നം. അതാണ് പിന്നെ കുഴപ്പമില്ല. റെഡിയാണോ?
ഇസ്മായിൽ ഇസ്മായിലോ സ്മരിക്കോ ആരാന്ന് കണ്ടോ വന്നോണ്ട് ചോദിക്കാം അറിയത്തില്ല. എന്റെ ഇതിലൂടെ ഇറങ്ങുന്നേ ഞാൻ കണ്ടില്ലായിരുന്നു. കണ്ടില്ലെന്ന് അമ്മരാരില്ലേ? എന്നെ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ. ഓ നീ പ്രാർത്ഥിച്ച് ഒറ്റയാടി വന്നേ. കൂട്ടുകാരായിട്ട് വന്നാണോ? വിദേശം വിദേശ് ചെറുക്കൻ നിങ്ങൾ വരുന്നു അങ്ങോട്ട് എങ്ങോട്ട്? ഞങ്ങളെ വീട്ടിലോട്ട് എന്തിനി വന്ന അന്ന് ഇവരുടെ വീട്ടിൽ പോയി കഴിച്ചല്ലോ. ആ ശരി. അന്ന് അങ്ങോട്ട് വന്ന എന്താ പറഞ്ഞ അന്ന് അങ്ങോട്ട് അജീഷിനെ കാണാം. ആ അജേഷിനെ കാണാം. നിങ്ങളെ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് വരട്ടെ. അയ്യോ, നീ വിളിച്ചിട്ട് നീ എന്ത് പണി? അതിന് പിന്നെ അവളെ അച്ഛനാ എന്തൊക്കെയുണ്ട് ടാറ്റ. എന്താ ചെയ്യാ? ആയിക്കോട്ടെ എടാ ഒന്ന് വിളിച്ചോ. ക്യാമറമാൻ ആക്കുവാണ് അവരുടെ ഇതറിഞ്ഞാണ്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ക്യാമറമാനാണിപ്പം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും നല്ലൊരു ദിവസം സഹായം ചെയ്യാം. അതാണ് വേണ്ടത്. ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഓണത്തിലേക്കുള്ളതായിട്ട് 1 വർഷത്തേക്കുള്ളതായി 2 A+ കിട്ടിയ ഹനുമാന്റെ നട നിർത്തിയിടാം. പിള്ളേരെ ഒക്കെ കിട്ടിയില്ല, ദൈവത്തിനറിയാം. എല്ലാം കിട്ടിയിട്ടുണ്ട്. പോടാ. ഈ 2.8 ഇങ്ങനെ തന്നെ എടുത്താൽ മതിയെ. ഏത് ഫോട്ടോ അതോ വീഡിയോ? ഫോട്ടോ നമ്മൾ അവിടെ അല്ലേ, നമ്മൾ ഫോട്ടോ എടുക്കാനല്ലേ അവിടെ പോയത്. അതിന് തന്നെ ഇങ്ങോട്ട് അത് കുഴപ്പമൊന്നുമില്ല. വാ നമുക്ക് ഇവിടെ നിൽക്കാം. ഒരു മാസമായിട്ട് പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് ആര് കഴിക്കാൻ പറ്റില്ല. അതാണ് ഇനി നമുക്ക് നടക്കിടാം. ഇതിലേതെങ്കിലും ഒന്നുണ്ട് 3 പേരെ 3 പേരെ വില വന്നത്. തിരുവോണത്തിന് ആര്യസി കയറാം. തിരുവോണത്തിന് പുള്ളി ആര്യാസ് ബൃന്ദാസ് ഓടിച്ചു വിടുവാ. നീ റീൽ എടുക്കുന്നില്ലടാ? ഇവന്മാരുമായിട്ട് കഴിക്കാൻ കയറുന്ന അത്ര പന്തിയല്ല. ഞങ്ങൾ രണ്ടും കൂടെ പെണ്ണ് വന്നപ്പോൾ ഞങ്ങളോട് സംസാരിക്കാൻ പോയപ്പോൾ തേൻ പോലത്തെ പെൺകൊച്ചിനോട് ഈ കള്ളം മാറി അമ്പലത്തിൽ വെച്ച് പറയാൻ പറ്റും. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പെൺകൊച്ചിയോട് ഇന്ററാക്ട് ചെയ്തോണ്ട് അതും തേമ്പോലും ഞങ്ങൾക്ക് സഹിക്കുവോ? അതും തേമ്പോലൊരു പെൺകുട്ടി. ഒരു 30-25 വയസ്സുള്ള പയ്യൻ 30 വേറെ കുത്തണ്ട. കല്യാണം പോലും ആയിട്ടില്ല. 18 വയസ്സുള്ള കെട്ടി. ഇപ്പൊ 2 വയസ്സുള്ള കൊച്ചുണ്ട്. കൊച്ചുണ്ട് കേട്ടോ, ഇവന് കൊച്ചുണ്ട്. കൊച്ചുമായിട്ട് സംസാരിച്ചോണ്ട് വരും. ഞങ്ങൾക്ക് സഹിക്കുവോ? ഇവരും സഹിക്കുന്നില്ല. അപ്പൊ തന്നെ പക്ഷെ എന്റെ കൊച്ചിന് എത്ര വയസ്സാണ്? 2 വയസ്സായില്ലടാ. കൊച്ചിന് എത്ര വയസ്സായി? 1 വയസ്സ് 1.5 വയസ്സ്. പേര് ആദ്യ. ആദ്യമുണ്ടായ ആദ്യ. ഒരു റീലുള്ള വീഡിയോ. കഴി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. തിരുവോണം ആയതുകൊണ്ട് ഇന്ന് 12 മണി വരെയോളം ഉണ്ടാവും. നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. അപ്പൊ ഹോട്ടലിലും തിരക്കായിരിക്കും. ഇപ്പൊ നമുക്ക് വെളിയിലിറങ്ങാം. അപ്പൊ നമ്മൾ ബാക്കി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പൊള്ളുന്നു. ഇനി എന്നാ പരിപാടി? ഇനി നേരെ കഴിക്കാം. ഇനി എന്താ പരിപാടിയും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വായിൽ ഒന്നേ വരുള്ളൂ, കഴിക്കുക. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ഇറങ്ങിയിട്ടുണ്ട്.